ഹായ്, പേരെന്താ? സമാനല്ല. റഷ്യയില് മോസ്കോയില് എത്ര വർഷം ഇവിടെ വന്നിട്ട് ഇപ്പൊ 27 കൊല്ലമാണ്. ആ നാട്ടിലെവിടെ? ഞാന് കൊല്ലം പുനലൂര്. ഇതെന്റെ സുഹൃത്ത് അമാനുള്ള മോസ്കോയില്, റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലാണ്. രാത്രി ഒരു 12 മണി കഴിഞ്ഞു. വളരെ സന്തോഷമുണ്ട് നിങ്ങളെ കാണാൻ കഴിഞ്ഞാല്. ഹായ്. അപ്പൊ ഇവിടെ ബോളിവുഡ് പറഞ്ഞ റെസ്റ്റോറന്റ് ഉണ്ട്, മലയാളികളുടെ റെസ്റ്റോറന്റ്. അതിലെ ചീഫ് ഷെഫാണ്. അദ്ദേഹത്തിന്റെ ഒരു ഹോബിയാണ് പരിചയപ്പെടുത്താറുള്ളത്. നമുക്ക് റഷ്യയുടെ പഴയ നോട്ടുകൾ അങ്ങനെ പറഞ്ഞേരി. ലെനിനൊക്കെ ഉണ്ടല്ലോ. ഇത് ആക്ച്വലി ഇത് 61-ലെ 1961-ലെ ഒരു റൂബിളാണ്. ഒരു റൂബിള്. പിന്നെ അത് കഴിഞ്ഞു വരുന്നതാണ് 3 റൂബിൾസ്. പിന്നെ ഇതിൽ കാണുന്ന ഈ ഇതൊക്കെ നിങ്ങൾ നോക്കാറുണ്ടോ? എന്താ ക്രെംലിൻ ആണത്? ഇത് ക്രെംലിന്റെ ഭാഗമാണ്. ക്രെംലിന്റെ ഭാഗമാണ്. പിന്നെ ഇത് 10 റൂബിള് അന്നത്തെ ലെനിന്റെ. ഇത് 61-ലും പിന്നെ 91-ലാണ് 2 റൂബിൾ വന്നിരുന്നു. 10 റൂബിൾസ്. ആൻഡ് ഇത് 25 റൂബിൾ. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെയല്ല. ഇത് 61-ലാണ്, 61-ലാണ്. ഇതെന്റെ മറുഭാഗം അല്ലേ? ഇത് റഷ്യൻ ഭാഷ അല്ലാതെ? റഷ്യൻ ഭാഷ, എല്ലാം റഷ്യൻ ഭാഷയല്ല അല്ലേ? അല്ലാതെ വേറെ ഒരു ഭാഷ ഇവർ ഉപയോഗിക്കില്ല. റഷ്യൻ ഭാഷ. ഇത് പുതിയതല്ലേ ഈ നോട്ട്? ഇത് പുതിയ ഇപ്പോഴത്തെ 200. ഇതിന്റെ വിക്ടറി ടവർ ആണല്ലേ അത്? ഈ കറൻസിയിൽ കാണുന്നത് ഇവിടെ സ്വാതന്ത്ര്യദിന ഗോപുരം. വലിയ കാണേണ്ട ഒരു വലിയ ലോകാത്ഭുതം തന്നെയാണ് യഥാർത്ഥത്തിൽ. ഇതതുപോലെ ഇതും 5 റൂബിളാണ്. ഇത് പക്ഷേ 5 റൂബിള് 61-ന്റെ ഉണ്ടെങ്കിൽ ഇതൊന്ന് 91-ലാണ്. 2 റൂബിളാണ്. ഇത് പിന്നെ 97-ലുള്ള റൂബിളാണ്. 97-ൽ വന്നതാ. ഇതും ഇതിപ്പം ഈ അടുത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ കളക്ഷന് ഏറെക്കുറെ സോവിയറ്റ് യൂണിയന്റെ ആ കാലത്തുള്ള കറൻസികളാണ് അല്ലേ? ഇന്നത് ഇത് എടുക്കൂല ഇവിടെ? ഇത് ഇല്ല, ഇതെടുക്കുന്നത് ഇതൊന്നും എടുക്കത്തില്ല. ഈ ഒന്ന് ഇതെടുക്കും. ഇതിപ്പം നിലവിലുള്ളത് 100 റൂബിളാണത്. ഇത് 97-ൽ വന്നത്. അതുപോലെ നമ്മൾ ഇത് നോക്കും കേട്ടോ. 1986 അങ്ങനെ. അത് നമുക്ക് ഓരോരുത്തർക്ക് സ്പെഷ്യലാണത്. 1986 പറയും. ഇത് ഒരു ഇതുപോലെ ഈ റൂബിളിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ റൂബിള് 2023-22-ൽ വന്നത്. നമ്മുടെ ഇന്ത്യൻ നാണ്. ഇപ്പൊ ഇന്ത്യൻ ഈ 100 റൂബിൾ കൊടുത്താൽ നമുക്ക് എത്ര ഇന്ത്യൻ രൂപ കിട്ടും? ഇപ്പോഴത്തെ ഒരു ഏകദേശം പിന്നെ 80-85 രൂപ. അതായത് 100 റൂബിൾ കൊടുത്താൽ 85 രൂപ. 90 കൂട്ടിക്കോ. അതെ, 90 കിട്ടും. 90 രൂപ കിട്ടും. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഈ ഒരു കറൻസി വന്നത് ഇവരിറക്കുമ്പോൾ വളരെ കുറച്ച് തിരാഷ് എന്ന് പറയും. തിരാഷ് എന്ന് പറഞ്ഞ ഇതിന്റെ മിന്റിങ്, ഈ മിന്റ് ഇറക്കിയപ്പോൾ വളരെ കുറച്ചുള്ളെന്ന് പറഞ്ഞ് ഇത് പിന്നെ ഹൈക്ക് ആയിരുന്നു. ഞാൻ വാങ്ങാൻ വേണ്ടി ഉദ്ദേശിച്ചപ്പം 300 റൂബിളായിരുന്നു ഈ 100 റൂബിള്. ഓക്കെ, ഇത് 100 റൂബിൾ, അന്നത്തെ 100 റൂബിളാണ്. അത് കഴിഞ്ഞ് വരുന്നതാണ് ഇത് 10 റൂബിള്, 25 റൂബിൾ, 50 റൂബിൾ. ഇത് സെയിം ടൈം വന്നാണ് 37-ലായിരുന്നു. ഇത് 1 റൂബിൾ, അന്നത്തെ 1 റൂബിളാണ്. 37-ലുണ്ടായിരുന്നു. പിന്നെ ഇത് അതേ ഒരു പീരീഡ് വളരെ പഴക്കമുള്ളത് 50. ഇത് വളരെ അപൂർവമാണ്. ഇപ്പൊ കിട്ടുന്നില്ല. റഷ്യ ഭരിച്ചിരുന്ന സമയത്തുള്ള കറൻസിയാണത്. സാറിന്റെ ടൈമിലുള്ള 1898-ലാണ്. ഇത് 1919-ലുള്ളതാണ്. ഇതും അതുപോലെ തന്നെ 1930-ലുള്ളതാണ്. ഓക്കെ, ഇതും 1921-ലുള്ള 500 റൂബിളാണ് അന്നത്തെ. ഇതൊക്കെ ഭയങ്കര വിലയാണ് അന്നത്തെ. ഏറ്റവും വിലയുള്ള ഇത് 10 റൂബിള്, 25 റൂബിൾ, 50 റൂബിൾ. ഇത് സെയിം ടൈം വന്നാണ് 37-ലായിരുന്നു. എങ്ങനെയാണ് ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ഇങ്ങനെ ഒരു ആശയം തോന്നിയേ? ഇത് തോന്നിയെന്ന് പറയുന്നത് ചെറുപ്പം മുതൽ നമ്മൾ നേരത്തെ ഉണ്ട്. ഇത് അമാനുള്ള എന്റെ പ്രത്യേകത നന്നായിട്ട് ചിത്രവും വരക്കും. ചിത്രത്തിന്റെ ഒന്ന് നമ്മൾ വേറെ എന്നെ ചെയ്യുന്നുണ്ട്. പാട്ടും പാടും. പിന്നെ JDT-യിൽ പഠിച്ചപ്പോൾ JDT ഇസ്ലാമിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. നമ്മുടെ കോഴിക്കോട് വെള്ളിമാട് കുന്നിലെ അസനാജിയുടെ ശിഷ്യനും കൂടിയാ.